പത്തനംതിട്ട അടൂരിൽ ആത്മഹത്യ ചെയ്ത യുവതിയോട് മതം മാറണമെന്ന് ആൺസുഹൃത്ത് ഭീഷണിപ്പെടുത്തിയിരുന്നതായി പോലീസ് പറയുന്നു. മൊബൈൽ ഫോണിൽ ഷഹനയുടെ സ്വകാര്യ ചിത്രങ്ങൾ അരുൺകുമാർ പകർത്തി സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും. പണിക്കരേട്ടോ ഉറക്കത്തിലായിരിക്കുമല്ലേ? ശ്രീത്ത് പണിക്കരേട്ടം നല്ല ഉറക്കമാ, കുഴപ്പമില്ല, സ്വസ്ഥമായി ഉറങ്ങിക്കോളൂ. നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഉസ്ബെക്കിസ്ഥാൻ കേരള സ്റ്റോറി ലവ് ജിഹാദൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ അതേ കർമ്മോത്സവത കൂടി ഇത് കൂടിയെന്ന് പറഞ്ഞേക്കണേ. അനക്ക് മാത്രം എങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവിടെ ഈ എരയും വേട്ടക്കാരനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ മതം കലർത്തുന്ന പരിപാടി ഉണ്ടല്ലോ, ഇവിടെയും അത് സൂട്ടാവും. നമുക്ക് സാധ്യം ഒന്ന് നോക്ക്, ശ്രമിച്ചു നോക്ക്. ഭാവി ചെല്ലിനോർത്ത് പാതാളെന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ. ഈ മനുഷ്യന്മാർക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പേരിനൊപ്പം ബിരുദ കൂമ്പാരം ഉണ്ടായിട്ടും കാര്യമില്ല. മനസ്സ് വിഷമാണ് എങ്കിൽ അവനെ കൊണ്ടൊന്നും ഈ സമൂഹത്തിൽ ഇതല്ലാതെ വേറൊരു നിലക്കും അവർക്ക് നല്ലത് പറഞ്ഞു സമൂഹത്തിൽ നന്മ പടർത്തിയൊന്നും ജീവിക്കാൻ അവരെ കൊണ്ട് കഴിയത്തില്ല. ഇതിപ്പോ തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു ധർമ്മ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരൊക്കെ. ഏതോ ഉസ്ബെക്കിസ്ഥാനിൽ നമുക്കൊന്നും അവനെ പോലെ അറിയാമോ, ഏതോ ഒരു വ്യക്തി ഏതോ ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അതിന് പ്രതിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ അരുൺ ഇവിടെ ഇരയാക്കപ്പെട്ട പെണ്ണ് ഷെഹനയാണ് അല്ലെ, സംഘപരിവാറുകാരനും സാധാ മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടിയും. ഇവിടെ എന്തൊക്കെ പറയണം? ലവ് കുരിശേത്ര എന്താ പറയേണ്ടത്? എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരെയുള്ളൂ. ഞങ്ങളത് പറയാൻ ഞങ്ങൾക്ക് അറിയാൻ പറ്റും, അതിമനോഹരമായി വർഗീയത പറയാൻ കഴിയും. പക്ഷെ ഇത് പറയാത്ത എന്തുകൊണ്ടെന്നറിയോ? ഇവിടെ ലോകത്ത് അങ്ങനെ പല മനുഷ്യന്മാരും പ്രേമിക്കുന്നു, അവിഹിതവും തോന്നിയാസവും വ്യഭിചാരവും ഒക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ തോന്നിയ പോലെ ജീവിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ മതത്തിന്റെ എലമെന്റ് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഇതിന്റെ പേരിൽ ഹിന്ദുക്കളെ കുറ്റം പറയാൻ പറ്റുമോ? ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള മനുഷ്യന്മാരെയൊക്കെ മതം മാറ്റി പ്രേമിച്ചു കൊണ്ട് നടന്ന് മനഃപൂർവ്വം അങ്ങനെ ചെയ്യും. അങ്ങനൊന്നും ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നവരല്ല, അങ്ങനെ ചെയ്യുന്നവരുമല്ല. ഒരു മതക്കാർക്കും അതിന്റെ ആവശ്യമില്ല. നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ ഒരു മതക്കാരനും അവന്റെ മതത്തിലേക്ക് ആളുകളെ അല്ലെങ്കിൽ തന്നെ നിർബന്ധിച്ചോ അല്ലാതെ കയറ്റാൻ പറ്റൂല, പ്രണയിച്ചും കയറ്റാൻ പറ്റൂല. മതവിശ്വാസം എന്ന് പറയുന്ന സാധനം ഹൃദയത്തിലുള്ള സാധനമാണ്. എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. അത് അവൻ സ്വമേധ തന്നെ ഇഷ്ടപ്പെട്ടു വന്നതല്ലാതെ വേറെ ആരെയും പ്രണയിച്ചും അല്ലാതെയും കൊണ്ടുവന്നാലൊന്നും അവൻ മതവിശ്വാസിയാവൂല. ഇപ്പൊ തന്നെ നോക്കൂ, ഈ പറയപ്പെട്ട കക്ഷികൾ ഈ തോന്നിയാസങ്ങളൊക്കെ കാണിക്കുന്ന ഏത് വിധത്തിൽ മതത്തിൽപ്പെട്ട മനുഷ്യരും ആയിക്കോട്ടെ, ഇവരൊക്കെ മതത്തെ ഫോളോ ചെയ്യുന്നവരാണോ? മതം ഇതൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ മതത്തിനപ്പുറം തോന്നിയാസിയായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് അവസാനം ഇത്തരത്തിലുള്ള അപകടത്തിൽ ചെന്ന് വീഴുന്നത്. പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ വിഷമിപ്പിക്കും. അവിടെ ഇരയാക്കപ്പെടുന്ന മനുഷ്യർ അവർ മുസ്ലിമേതര കക്ഷിയിൽപ്പെട്ടവരാണെങ്കിൽ, വേട്ടക്കാരന്റെ പേര് മുസ്ലിം ആണെങ്കിൽ, പിന്നെ അവിടെ ലവ് ജിഹാദ് അല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ല. തിരിച്ചാണെങ്കിലും അവിഹിതം അല്ലേ? അനൂർക്ക് ചക്ക തിന്നാൻ പോയതാ, ചക്കൊന്നും ഇപ്പോ പഴയ മാതിരില്ല. ഇപ്പൊ ഈ അരുൺകുമാറിന്റെ അവിഹിതം, ബാക്കിയെല്ലാം ലവ് ജിഹാദ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയാണ്, മനുഷ്യർക്ക് കുറച്ച് നാണു ഉളുപ്പൊക്കെ വേണം. ഇത് മനുഷ്യ ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. തർക്കുത്തരം പറയുന്നു. ഇങ്ങോട്ട് മര്യാദ കാണിച്ചെങ്കിൽ മാത്രമേ എനിക്കും തിരിച്ച് കാണിക്കാൻ പറ്റൂ. അവിഹിതമാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും വിവാഹേതര ബന്ധമാണെങ്കിലും ഒരു മതത്തിലും അത് അനുവദിക്കുന്നില്ല. ഈ ചെയ്യുന്ന മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, അവർ മതകൽപ്പനകൾ അനുസൃതമായി ജീവിക്കുന്നവരല്ല, അതിനതീതമായി ജീവിക്കുന്നവരാ. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. തോന്നിയാസികളായിട്ട് ജീവിക്കുന്നവരാ. അവരിൽ എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്, തോന്നിവാസികൾ എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്. അവിടെ ഈ തോന്നിവാസം ചെയ്യുന്നവൻ അവൻ മുസ്ലിം ആണെങ്കിൽ അവിടെ പുതിയ പുതിയ സ്റ്റോറി വരികയാണ്. കേരള സ്റ്റോറി, ലവ് ജിഹാദ്, മണ്ണാങ്കട്ട്. ബാക്കിയുള്ളവർക്കൊക്കെ അവിഹിതം മാത്രമാണ്. പിന്നെ ഒരാൾ ഉപദേശിക്കാൻ പോകുമ്പോ താനാളായോ എന്ന് ആലോചിക്കണം, എന്നിട്ട് ഉപദേശിക്കാൻ പറയണം. അതൊരു തരം സോക്കേടാണ് പണിക്കരേട്ട, മനസ്സിലായേ? അപ്പൊ പറയുമ്പോ എല്ലാ വിഷയத்தைയും നിഷ്പക്ഷമായിട്ട് പറയണം. എന്താണ് പ്രശ്നം? ഒരു ചെറിയ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കിയതാ വലിയ പ്രശ്നമായി.